ഹലോ നമസ്കാരം. അപ്പോൾ 4 ദിവസത്തെ അവധിക്ക് ശേഷം മഹതിക്കുട്ടി സ്കൂളിൽ പോവാ കേട്ടോ. അപ്പോൾ ഞാൻ മോളെ കയറ്റിവിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് ഒരുമാതിരി തോർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി മഴ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പം ഏകദേശം നല്ലവിടെ തോർന്ന് നിൽക്കുക കേട്ടോ. കൊച്ചുപൂമ്പാറ്റ ഇപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടി മഴയൊക്കെ പെയ്ത് ചെറുതായിട്ട് തൂള തുടങ്ങി. അപ്പം ഇവിടെ ഇരുന്ന് മിക്കവാറും പൂമ്പാറ്റയെ കാണുമ്പോൾ അവൾ മിക്കവാറും പാടുന്ന പാട്ടാട്ടോ. ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാട്ടോ. ചെറിയൊരു തൊണ്ടയെടുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ പാട്ടിൻ്റെ ചെറിയൊരു ഇത് വരുന്നത്. പക്ഷെ പുള്ളിക്കാരി നല്ല ഹാപ്പി ആട്ടോ. സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. മടിയൊന്നുമില്ല, പൊക്കോളും. പിന്നെ ചെറിയ ചെറിയ കുസൃതിയുണ്ട് ഞങ്ങൾക്ക്. ബസ് വരാറായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് റെഡിയായി. അതിനിടയ്ക്ക് നല്ല മഴയും തുടങ്ങി കേട്ടോ. ഇത്ര നേരം നിൽക്കുമായിരുന്നു. കറക്റ്റ് ബസ് കയറി വിടാന്നേക്കും മഴയും തുടങ്ങി കേട്ടോ. കയറ്റി വിടാൻ എളുപ്പം, പക്ഷെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരുമ്പോഴാണ് പാട്. കാരണം ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര മഴയായിരിക്കും. അപ്പോൾ മഹതിക്കുട്ടിയുടെ ബസ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മഹതിക്കുട്ടി ബസ്സേ കയറി. ഇപ്പോൾ അവിടെ നിൽക്കുക പോയി, ബസ് കയറായി. അപ്പം ഞങ്ങളുടെ ബസ്സും എത്തി കേട്ടോ. പിന്നെ ഞാൻ ഇവളെ ഇനി കയറ്റി വിടട്ടെ. എന്നോട്ട് ബസ് പോയി കേട്ടോ. ഇതാണ് പാണൽ. ഈ കണ്ണ് കെട്ടായിരിക്കാനും കൊച്ചു പിള്ളേർക്കൊക്കെ നമ്മളെവിടെയെങ്കിലും പോകുമ്പം ഇത് ഇല കൊണ്ടുപോയാൽ മതി. ശരിക്കും ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവിടെ പറഞ്ഞ പേരാട്ടോ. ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ കമൻസ് ചെയ്യണേ. ഇപ്പോഴത്തെ മഴയ്ക്ക് ഇഷ്ടം പോലെ മീൻ ചാടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കുറേ പേര് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വെച്ച് വന്നപ്പോഴത്തേക്ക് അവരതെല്ലാം എടുത്തുകൊണ്ട് ഇപ്പം നോക്കിയപ്പം അവരത് കൊണ്ടുപോയി മീനെ. ഇഷ്ടം പോലെ മീൻ ഉണ്ടായിരുന്നു കണ്ടത്തിൽ കൂടെ. ഈ തോടുകൾ ഇഷ്ടം പോലെ മീനെ കിട്ടും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.